നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നൈനിക സെജു ഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിലെ കലകൾ എന്ന ഭാഗത്തിലെ മോഹിനിയാട്ടത്തെക്കുറിച്ചാണ് നോക്കുന്നത്. മോഹിനിയാട്ടം ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം. ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകിയ നൃത്തരൂപമാണിത്. ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകിയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഉത്ഭവം കേരളമാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച കലാരൂപമാണ്, കേരളത്തിൻ്റെ തനത് നൃത്തരൂപവുമാണ് മോഹിനിയാട്ടം. കേരളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ നൃത്ത കലയാണ് ഈ മോഹിനിയാട്ടം. എന്താ പറഞ്ഞത്? കേരളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം. എന്താ? കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. അപ്പം കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എന്ത്? മോഹിനിയാട്ടം. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം. ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകിയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപം, കേരളത്തിൻ്റെ തനത് നൃത്തരൂപം. മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് മോഹിനിയാട്ടം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം കൂടെയാണ് മോഹിനിയാട്ടം. എന്താ പറഞ്ഞേ? ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ. ആരാണ്? കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് ആരാണ്? കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തിൻ്റെ അവതരണ ക്രമമാണ് ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ അവതരണ ക്രമം എങ്ങനെയാണ്? ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? വ്യവഹാരമാല. 1709 മഴമംഗലം നാരായണൻ നമ്പൂതിരി എഴുതിയ വ്യവഹാരമാലയാണ് മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കുന്ന കൃതി ഏതാണ്? വ്യവഹാരമാല. വ്യവഹാരമാല മഴമംഗലം നാരായണൻ നമ്പൂതിരി 1709 എഴുതിയതാണ്. എന്ത്? വ്യവഹാരമാല. മോഹിനിയാട്ടത്തിൻ്റെ അവതരണക്രമം എങ്ങനെയാണ്? ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഘോഷയാത്ര. ഘോഷയാത്രയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതി. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നമ്പ്യാരുടെ കൃതിയാണ് ഘോഷയാത്ര. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. എന്തിനാണ്? മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച അതെന്താണ്? കേരള കലാമണ്ഡലം. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? കേരള കലാമണ്ഡലം. ആരാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ? വള്ളത്തോൾ നാരായണ മേനോൻ. എന്നാ സ്ഥാപിച്ചതെന്നറിയാമോ? 1930 മുകുന്ദരാജയുടെ സഹായത്തോടു കൂടെയാണ് സ്ഥാപിച്ചത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ്. 1930 മുകുന്ദരാജയുടെ സഹായത്തോടു കൂടിയാണ് കേരള കലാമണ്ഡലം
സ്ഥാപിച്ചത്? കേരള വാൽമീകി, കേരള ടാഗോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ചിത്രയോഗം ആരുടെ മഹാകാവ്യമാണ്? ചിത്രയോഗം ഇവിടെ വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. ഗാന്ധിജിയെ ഗുരുനാഥനായി കണ്ടിട്ട് എഴുതിയതാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പം ഗാന്ധിജിയെ ഗുരുനാഥനായി എഴുതിയതാണ് എന്ത്? എൻ്റെ ഗുരുനാഥൻ. പത്മഭൂഷൺ നേടിയ ആദ്യത്തെ മലയാളിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പം എന്താ? കേരള വാൽമീകി, കേരള ടാഗോർ എന്നൊക്കെ അറിയപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. എന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു വള്ളത്തോൾ. നമുക്ക് വള്ളത്തോളിൻ്റെ കുറച്ച് കൃതികൾ പഠിച്ചാലോ? ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മൽദലന മറിയം, ബദിരവിലാപം, സാഹിത്യമഞ്ജരി, ശിഷ്യനും മകനും, കൊച്ചു സീത. ഇതൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രധാന കൃതികളാണ്. അപ്പോൾ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മോഹിനിയാട്ടം. ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകി കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ്. പിന്നെന്താണ്? മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കൃത രൂപമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തിട്ട് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ്. അവതരണ ക്രമം എങ്ങനെയാണ്? ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? വ്യവഹാരമാല. ആരാണ് എഴുതിയത്? മഴമംഗലം നാരായണൻ നമ്പൂതിരി എഴുതി 1709. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് ഘോഷയാത്ര. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? സ്വാതി തിരുനാളായിരുന്നു. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ കേരള കലാമണ്ഡലമാണ്. കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. 1930 മുകുന്ദരാജയുടെ സഹായത്തോടു കൂടെയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരളത്തിൻ്റെ വാൽമീകി, കേരള ടാഗോർ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.